ഹായ് CC പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് 10th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് നോക്കാം. ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മാത്രമല്ല നമ്മുടെ 10th CBSE സ്റ്റേറ്റ് ക്ലാസിന്റെ ബാച്ച് ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സബ്ജക്ട്സിൽ കൺഫ്യൂഷൻ ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. മാത്സ്, മലയാളം, സയൻസ് പോലുള്ള ഒരുപാട് വിഷയങ്ങളിൽ സംശയങ്ങളുള്ളവർ ആയിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സംശയങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ സബ്ജക്റ്റിനൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 9496949929 എന്ന നമ്പറിലേക്ക് വിളിക്കുക. കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അരങ്ങും പൊരുളും എന്നാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര്. അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡ് ആണ് അല്ലെ. അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് അരങ്ങും പൊരുളും എന്ന് പറയുന്നത്. ഇതിലെ ആദ്യത്തെ പാഠഭാഗമാണ് ചിത്രകാരി എന്ന് പറയുന്നത്. ചിത്രകാരി ഒരു കഥയാണ് അല്ലെ. ചിത്രകാരി എന്നത് ഒരു കഥയാണ്. എഴുത്തുകാരി ഷാഹിന EK ആണ്. ഷാഹിന EKയുടെ കഥയാണ് ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്? ചിത്രകാരി ഒരു കഥയാണ്. ഷാഹിന EK എന്ന പുതിയ ഒരു എഴുത്തുകാരിയുടെ അല്ലെ, പുതിയ ഒരു എഴുത്തുകാരിയാണ് ഷാഹിന EK. ഒരുപാട് രചനകളെല്ലാം എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോ ഷാഹിന EK എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ കഥയാണ് ചിത്രകാരി എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അപ്പോ ഈ ഒരു പാഠഭാഗത്തിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാല്, വിവാഹശേഷം ആ വീട്ടിലേക്ക് ചെന്ന് എത്തുന്ന സ്ത്രീകള് അല്ലെ, പെൺകുട്ടികള് അവിടെ അനുഭവിക്കുന്ന ആ ഒരു വിവേചനവും അവരുടെ മാനസികാവസ്ഥയും ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് അനുഭവിക്കുന്ന സ്ത്രീകള് ഈ ലോകത്തുണ്ട് അല്ലെ. സ്ത്രീധനത്തിന്റെ പേരിലായിക്കോട്ടെ, അതുപോലെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭർത്താവിനിൽ നിന്നുണ്ടാകുന്ന പീഡനമായിക്കോട്ടെ, ചിലപ്പോ ഭർത്താവിന്റെ അമ്മയിൽ നിന്നുണ്ടാകുന്നതായിരിക്കും അല്ലെ. പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസമായിരിക്കും പെൺകുട്ടികൾക്ക്. നമ്മൾ അത്രയും നാളും ജീവിച്ച വീട്ടിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണല്ലേ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല, പക്ഷെ കഷ്ടതകൾ അനുഭവിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. നമ്മൾ മനസ്സിലാക്കാത്തവര്, അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകൾക്കോ നമ്മളുടെ അവകാശങ്ങൾക്കോ നമ്മളുടെ നമുക്കൊരു പോയിന്റ് പറയാൻ പോലും ഒരു അവകാശമില്ലാത്തതായിട്ട് മാറ്റി നിർത്തപ്പെടുന്നവര് ഉണ്ട്. അപ്പോ അതിലൊരാളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ള കഥാപാത്രം. മെയിൻ കഥാപാത്രം, പ്രധാന കഥാപാത്രം അതിലൊരാളാണ്. നമ്മൾ ഒരുപാട് ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സൗമ്യ, അതുപോലെ തന്നെ വിസ്മയ, ഇവരുടെയൊക്കെ ന്യൂസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, പൊന്മാൻ പോലുള്ള സിനിമകളിലെ ജയ 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 ഹേ അല്ലെ, ഇതിലൊക്കെ സ്ത്രീകള് കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒറ്റപ്പെട്ട് പോകുന്നതും അവരനുഭവിക്കുന്ന ആ ഒരു പാർശ്വവൽക്കരണവും അതിൽ നിന്ന് പിന്നീട് അവര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടത്തുന്ന അവരുടേതായ ആ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ സിനിമകളിലൂടെ കാണുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലും പ്രധാന കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം വിവാഹിതയായി ഒരു വീട്ടിലേക്ക് ചെല്ലുവാണ് അല്ലെ. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവളുടെ കഴിവുകൾക്കോ അല്ലെങ്കിൽ അവളുടെ അഭിപ്രായങ്ങൾക്കോ ഒന്നും ഒരു സ്പേസും കൊടുക്കാത്ത ഒരു ഫാമിലി. സ്വന്തം ഭർത്താവ് പോലും അവള് പറയുന്നത് കേൾക്കുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോവുകയാണ്. വരയ്ക്കാനാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. ചിത്രങ്ങൾ ഒരുപാട് വരയ്ക്കും. അപ്പൊ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മെയിൻ കഥാപാത്രത്തിന്റെ അല്ലെ, പ്രധാന കഥാപാത്രത്തിന്റെ ഉപ്പ പറയുന്നുണ്ട് അവൾക്ക് വരയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ അവള് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് വരയ്ക്കാനുള്ളത് നിങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോ ആര് പറയുന്നു? നമ്മുടെ മെയിൻ കഥാപാത്രത്തിന്റെ ഭർത്താവ് പറയുന്നുണ്ട്, ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ പറയുന്നുണ്ട് അതിനവള് വരച്ചോട്ടെ, നമ്മളുടെ കൈ കൊണ്ടൊന്നുമല്ലല്ലോ വരയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾക്ക് വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യം പോലും, അവൾക്ക് ഇഷ്ടമുള്ള അവളുടെ കഴിവൊന്ന് വികസിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ വരയ്ക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതാവുകയാണ്. അപ്പൊ ഈ ഒരു പാഠഭാഗത്തില് നമുക്ക് പഠിക്കാനുള്ളത്
സ്ത്രീകള് വിവാഹശേഷം അനുഭവിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് എത്തിപ്പെടുമ്പോൾ അവർ നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളുമാണ്. എന്താണ് നമ്മളുടെ ചാപ്റ്ററിന്റെ പേര്? ചിത്രകാരി എന്നാണ്. ഇതൊരു കഥയാണ്. ഷാഹിന ഇ.കെയുടെ അനന്ത പത്മനാഭന്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ളതാണ് ഈ കഥ. അപ്പോ നിങ്ങൾ മെയിൻ ആയിട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്? ചിത്രകാരി എന്ന് പറയുന്നത് ഒരു കഥയാണ്, അല്ലെ? ഒരു കഥയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് മാത്രമല്ല, അനന്ത പത്മനാഭന്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നും എടുത്തതാണ് ചിത്രകാരി എന്ന് പറഞ്ഞ ഈ കഥ. കഥയുടെ പ്രമേയം എന്താണെന്ന് നോക്കാം. വിവാഹ ജീവിതത്തിന്റെ ഉള്ളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പാർശ്വവൽക്കരണം, അവഗണന, കലാപരമായ സർഗാത്മകതയുടെ നിഷേധം എന്നിവയാണ് ഈ കഥ ചർച്ച ചെയ്യുന്നത്. പുരുഷ കേന്ദ്രീകൃതമായ ഒരു കുടുംബ വ്യവസ്ഥയിൽ ഒരു കലാകാരിക്ക് തന്റെ കഴിവുകൾ എങ്ങനെ നഷ്ടപ്പെടുന്നു എന്ന് ഫിസ എന്ന കഥാപാത്രത്തിലൂടെ വ്യക്തമാക്കുന്നു. അപ്പൊ പ്രധാന കഥാപാത്രം ആരാണ്? പ്രധാന കഥാപാത്രം ഫിസയാണ്, അല്ലെ? ഫിസ എന്ന പ്രധാന കഥാപാത്രം ഇവിടെ വിവാഹിതയായി മറ്റൊരു വീട്ടിലേക്ക് എത്തുകയാണ്. ആ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവൾ അനുഭവിക്കുന്ന പാർശ്വവൽക്കരണം, അവഗണന, കലാപരമായ സർഗാത്മകതയുടെ നിഷേധം, വരയ്ക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ആർക്കും ഒരു പ്രശ്നം വരുത്തുന്ന ഒന്നല്ല നമ്മളുടെ കഴിവുകള്, അല്ലെ? നമ്മളുടെ സ്വന്തം കഴിവുകള് നമ്മൾക്ക് പൊടി തട്ടി എടുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടണം. അതാർക്കും പിടിച്ചു വെക്കാനുള്ള അവകാശമില്ല. അപ്പൊ പാട്ട് പാടുക, അല്ലെങ്കിൽ നൃത്തം ചെയ്യുക, അതുപോലെ തന്നെ വരയ്ക്കുക, ഇതെല്ലാം ജന്മനാ നമുക്ക് ലഭിക്കുന്ന സർഗാത്മകമായ കഴിവുകളാണ്, അല്ലെ? അതൊന്നും നമ്മൾ പോയി ഇപ്പൊ ഒരു പാട്ട് പാടാൻ കഴിവുള്ള ഒരാൾക്ക് മാത്രമാണ് പാട്ട് പാടാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാവരും മൂളിപ്പാട്ടൊക്കെ പാടും. പക്ഷെ പാട്ട് പാടാൻ ഒരു പ്രത്യേക ഒരു കഴിവ് വേണം. ആ കഴിവുള്ള കുട്ടികൾ അത് വീണ്ടും പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മളുടെ ജന്മനാ തന്നെ നമുക്ക് ലഭിക്കുന്ന സർഗാത്മകമായ കഴിവുകളിൽ പെട്ടതാണ് നൃത്തം, അതുപോലെ പാട്ട് പാടുന്നത്, വരയ്ക്കുന്നതൊക്കെ. എല്ലാവർക്കും അങ്ങനെയൊക്കെ അടിപൊളിയായിട്ടൊന്നും വരയ്ക്കാനൊന്നും പറ്റില്ല. അതിനുള്ള കഴിവുകളുള്ളവർക്കാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സ്വന്തം കഴിവിനനുസരിച്ച് തനിക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ പോലുമുള്ള അവകാശം അവൾക്ക് ആ വീട്ടില് ഉണ്ടായിരുന്നില്ല. ഒരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു കുടുംബമാണ് അവൾ ചെന്ന് പെട്ട കുടുംബം എന്ന് പറയുന്നത്. ഫിസ എന്ന കഥാപാത്രമാണ് പ്രധാന ക്യാരക്ടർ. പ്രധാന കഥാപാത്രങ്ങൾ ഫിസ, ഹാഫിസ്, അതുപോലെ ഹാഫിസിന്റെ ഉമ്മ എന്നിവരാണ്. അപ്പോ ഫിസ കഥാനായിക, ചിത്രകാരി, വരയ്ക്കാനുള്ള ജന്മസിദ്ധമായ കഴിവുണ്ടെങ്കിലും വിവാഹശേഷം അത് തടസ്സപ്പെടുന്നു, അല്ലെ? പ്രധാന കഥാപാത്രമാണ് ഫിസ. വിവാഹിതയായി മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ അവൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സ്വന്തം കഴിവ് പോലും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അവൾക്ക് അവിടെ കഴിയുന്നില്ല. കഥാനായികയാണ്, ചിത്രകാരിയാണ്, വരയ്ക്കാനുള്ള ജന്മസിദ്ധമായ കഴിവുണ്ടെങ്കിലും വിവാഹശേഷം അത് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹാഫിസ്, അല്ലെ? ഹാഫിസ് എന്ന് പറയുന്നതാണ് ഫിസയുടെ ഭർത്താവ്. അപ്പോ ഹാഫിസ് ഫിസയുടെ ഭർത്താവ്. ഫിസയുടെ കഴിവിനെ അംഗീകരിക്കാത്ത പുരുഷാധിപത്യ മനോഭാവമുള്ളയാളാണ് ആര്? ഹാഫിസ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിച്ച്, ഇപ്പൊ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അമ്മയെ വീട്ടിൽ സഹായിക്കണം, അല്ലെ? അമ്മയെ വീട്ടില് ഞങ്ങൾക്കൊന്നും സഹായിക്കാൻ പറ്റത്തില്ല, അമ്മ തന്നെ ചെയ്യട്ടെ എല്ലാം എന്ന് വിചാരിക്കാൻ പാടില്ല. അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ എന്റേതായ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. എന്റെ വീട്ടിൽ എന്റെ അമ്മയെ എനിക്ക് സഹായിക്കണം, എന്റെ ഭാര്യയെ എനിക്ക് സഹായിക്കണം, ഈക്വലായിട്ട് എല്ലാം ഷെയർ ചെയ്ത് ചെയ്യണം. ആ ഒരു മനോഭാവത്തിലാണ് ഇപ്പൊ മിക്കവരും പോകുന്നത്, അല്ലെ? പക്ഷെ അതിൽ പെടാത്തവരും ഉണ്ട്. ഒരാളുടെ ജോലി തന്നെ ആകണം, സ്ത്രീകളുടെ ജോലി എപ്പോഴും അടുക്കളയിലുള്ളത് തന്നെ ആയിരിക്കണം, അടുക്കളയിൽ ഒതുങ്ങിക്കൂടണം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുന്നവരാണ് ഈ കുടുംബത്തിലുള്ളവര്. അപ്പൊ ഹാഫിസ് എന്താണ്? ഫിസയുടെ ഭർത്താവാണ്. ഫിസയുടെ കഴിവിനെ അംഗീകരിക്കാത്ത പുരുഷാധിപത്യ മനോഭാവമുള്ളയാളാണ് ആര്? ഹാഫിസ് എന്ന് പറയുന്നത്. ഹാഫിസിന്റെ ഉമ്മ മറ്റൊരു പ്രധാന കഥാപാത്രമാണ്. പരമ്പരാഗത ചിന്താഗതിക്കാരി, സ്ത്രീകളുടെ ലോകം അടുക്കള മാത്രമാണെന്ന് വിശ്വസിക്കുന്നവൾ. അപ്പൊ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഉമ്മ തന്നെ പറയുകയാണ്, നീ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, വരയ്ക്കേണ്ടതൊക്കെ പുരുഷന്മാര്, ആൺകുട്ടികളാണ് വരയ്ക്കേണ്ടവര്, കഴിവുകളെല്ലാം പ്രകടിപ്പിക്കേണ്ടത്, പാട്ട് പാടേണ്ടത്, നൃത്തം ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള കഴിവുകളും പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ളതാണ്. സ്ത്രീകൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. സ്ത്രീകൾ എപ്പോഴും അടുക്കളയിൽ ഒതുങ്ങിക്കൂടി ഭർത്താവിന്റെയും മക്കളുടെയും കാര്യം നോക്കി മാത്രം ജീവിക്കേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്നതാണ് ആര്? ഹാഫിസിന്റെ ഉമ്മ. അപ്പൊ ഈ ഒരു
ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുന്നത് കഥാപാത്ര നിരൂപണം ചോദിക്കും കേട്ടോ. ചിലപ്പോ ഫിസ എന്ന കഥാപാത്രത്തെ കുറിച്ച് എഴുതാൻ ചോദിക്കും, ചിലപ്പോ ഫിസയുടെ ഭർത്താവായ ഹാഫിസിനെ കുറിച്ച് ചോദിക്കാം, ഹാഫിസിന്റെ ഉമ്മയെ കുറിച്ച് ചോദിക്കാം. അപ്പൊ കഥാപാത്ര നിരൂപണത്തിന്റെ ഒരു വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കഥാപാത്ര നിരൂപണം പോകാം. അപ്പോ ഹാഫിസിന്റെ ഉമ്മ പരമ്പരാഗത ചിന്താഗതിക്കാരി അല്ലെ, സ്ത്രീകളുടെ ലോകം അടുക്കള മാത്രമാണെന്ന് വിശ്വസിക്കുന്നവളാണ്. അപ്പൊ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആദ്യത്തെ ആളാണ് ഫിസ, കഥാനായിക. കഥാനായികയുടെ ഭർത്താവാണ് ഹാഫിസ് എന്ന് പറയുന്നത്, പുരുഷാധിപത്യ കേന്ദ്ര കഥാപാത്രമാണ്. അതിനുശേഷം വരുന്ന ഉമ്മ, ഹാഫിസിന്റെ ഉമ്മ പരമ്പരാഗത ചിന്താഗതിയെല്ലാം ഫോളോ ചെയ്ത് സ്ത്രീകൾ എന്ന് പറയുന്നത് അടുക്കളയെ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കഥാപാത്രം. സർഗാത്മകതയും കുടുംബവും. വരയ്ക്കാൻ അതിയായ താല്പര്യമുണ്ടായിരുന്ന ഫിസ വിവാഹശേഷം വീട്ടുജോലികൾക്കിടയിൽ പെട്ടുപോകുന്നു. അതാണ് അവളുടെ സർഗാത്മകമായ കഴിവിനെ പരിപോഷിപ്പിക്കാൻ അവക്ക് പറ്റാതാകുന്നത്. സാമൂഹിക വിമർശനം എങ്ങനെയാണ് പാഠഭാഗത്തിൽ ഉണ്ടാകുന്നത്? സ്ത്രീകളുടെ ലോകം അടുക്കള മാത്രമാണെന്നും എഴുത്തും വായനയും ചിത്രരചനയും ഒക്കെ പുരുഷന്മാർക്കുള്ളതാണെന്നുമുള്ള സമൂഹത്തിന്റെ തെറ്റായ കാഴ്ചപ്പാടുകളെ എഴുത്തുകാരി വിമർശിക്കുന്നു. അപ്പോ വിമർശനാത്മകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. നമ്മുടെ പാഠഭാഗത്തിലെ എഴുത്തുകാരി വിമർശനാത്മകമായി ചോദ്യം ചെയ്യുന്നു. എന്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്? എഴുത്തും വായനയും ചിത്രരചനയും ഒക്കെ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് സമൂഹം പറയുന്നതിനെ എഴുത്തുകാരി ചോദ്യം ചെയ്യുന്നുണ്ട്. ഫിസയുടെ വേദനകൾ എന്തൊക്കെയാണ് പാഠഭാഗത്ത്? താൻ വരയ്ക്കുന്ന ചിത്രങ്ങളിലൂടെ ഫിസ തന്റെ ആത്മവേദനകളും സംഘർഷങ്ങളും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് മുറിവേറ്റ ഹൃദയവും ചില്ല മുറിച്ച മരങ്ങളുമെല്ലാമാണ് അവൾ വരയ്ക്കുന്നത്. അത് അവളുടെ ജീവിതത്തെ തന്നെ പ്രതിധ്വനിപ്പിക്കുന്നതാണ് അല്ലെ. മുറിവേറ്റ ഹൃദയം, അവളുടെ ഹൃദയം തന്നെയാണ് അവൾ വരയ്ക്കുന്നത്. ചില്ല മുറിച്ച മരങ്ങൾ അല്ലെ, ചില്ല മുറിച്ച മരങ്ങൾ എന്ന് പറയുമ്പോ അതിന്റെ ശിഖരങ്ങൾ കൊണ്ട് പുതിയ ഇലകളെല്ലാം ഉണ്ടായി, അല്ലെങ്കിൽ ആ ഇലകൾ കിളിർത്ത് ഒരു വലിയ വൻമരമായി വളരാൻ ആരനുവദിക്കുന്നില്ല? ഏതോ ഒരു മരം വെട്ടുകാരൻ അനുവദിക്കുന്നില്ല അല്ലെ. വളർന്നു വരുമ്പോഴേക്കും അതിനെ വെട്ടി വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടു നിർത്തുന്നു. അതെല്ലാം അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ മുറിവേറ്റ ഹൃദയവും ചില്ല മുറിച്ച മരങ്ങളും ഒക്കെയാണ് അവൾ ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം അവളുടെ ജീവിതം അങ്ങനെയാണ്. അവളുടെ ജീവിതത്തെ തന്നെ അവൾ എന്ത് ചെയ്യുന്നു? പ്രതിധ്വനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്തെ കുറിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ വീട്ടുജോലികൾ പങ്കുവയ്ക്കുന്ന ലിംഗസമത്വത്തിൽ വിശ്വസിക്കുന്ന പുതിയ തലമുറയുടെ ആവശ്യകതയും ഇതിൽ പറയുന്നുണ്ട് അല്ലെ. ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന വ്യത്യാസമില്ല അല്ലെ. അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്യണം. അത് മാത്രമല്ല, നമ്മുടെ സ്വന്തം അമ്മയെ ഒന്ന് അടുക്കളയിൽ സഹായിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. ചെറിയ ചെറിയ സഹായങ്ങൾ നമുക്ക് ചെറുപ്പത്തിലേ ചെയ്തു തുടങ്ങാൻ സാധിക്കും. അപ്പൊ ആൺകുട്ടി പെൺകുട്ടി എന്ന വിവേചനമില്ലാതെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് അല്ലെ, ഒരു ഈക്വൽ ആയ രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി ചിത്രകാരി എന്ന കഥയുടെ ഒരു സംഗ്രഹം നമുക്ക് നോക്കാം. ചിത്രകാരി എന്ന കഥയുടെ ഇനി സംഗ്രഹം ശരിക്കും നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറയണമെന്നുള്ളൂ. അപ്പൊ ഇത്രയും കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു കഥയാണ്, ഷാഹിന EK എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ കഥയാണ് നമ്മളിപ്പോ പഠിച്ചേക്കുന്ന ഈ പാഠഭാഗം, ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗം. ഈ പാഠഭാഗത്തില് ഒരു സ്ത്രീ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമതകൾ എവിടെ ചെല്ലുമ്പോൾ, സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്തൃ വീട്ടിലേക്ക് മാറിപ്പോയി ജീവിക്കുമ്പോൾ അവിടെ അവൾ അനുഭവിക്കുന്ന ക്രൂരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെടലുകള്, പാർശ്വവൽക്കരണം, ഇതൊക്കെയാണ് അടിച്ചമർത്തല് അല്ലെ. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥ, സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അതുപോലുള്ള ആളുകളെല്ലാം നമ്മുടെ ചുറ്റിനുമുണ്ട്. സിനിമകളിലൂടെ നമ്മളത് കാണാറുണ്ട്. അതാണ് നമ്മൾ ജയ 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 ഹേ പൊന്മാൻ, ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമകളൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. കൂടാതെ നമ്മൾ ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട്, സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞാണ് വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യവും അതുപോലെ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതുപോലുള്ള ഒരുപാട് ന്യൂസൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കുടുംബത്തിലുള്ളവർക്കൊക്കെ ഇനിയും ചിന്താഗതി മാറ്റേണ്ട ആവശ്യമുണ്ട്, മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എഴുത്തുകാരി പറയുന്നത്. അപ്പൊ ഈ കഥയുടെ ഒരു സംഗ്രഹം നോക്കുകയാണെങ്കിൽ, വിവാഹ ജീവിതത്തിനുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന അവഗണന, പാർശ്വവൽക്കരണം, ഈ വേർഡ്സ് എല്ലാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് യൂസ് ചെയ്യാം.
കേട്ടോ. അവഗണന, പാർശ്വവൽക്കരണം, കലാപരമായ സർഗാത്മകതയുടെ നിഷേധം എന്നിവയാണ് ഈ കഥയിലെ പ്രധാന പ്രമേയം. ചിത്രരചനയിൽ ജന്മസിദ്ധമായ കഴിവുള്ള ഫിസ എന്ന യുവതി വിവാഹശേഷം ഭർതൃ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം തന്റെ കഴിവുകൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയെ കഥ അവതരിപ്പിക്കുന്നു. ഭർത്താവായ ഹാഫിസിനും ഹാഫിസിന്റെ ഉമ്മയ്ക്കും ഫിസയുടെ ചിത്രരചനയോട് താല്പര്യമില്ല. സ്ത്രീകളുടെ ലോകം അടുക്കള മാത്രമാണെന്നും എഴുത്തും വായനയും ചിത്രരചനയും ഒക്കെ പുരുഷന്മാർക്കുള്ളതാണെന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. വീട്ടുജോലികൾക്കിടയിൽ ലഭിക്കുന്ന ചെറിയ സമയം കൊണ്ട് ഫിസ തന്റെ മനസ്സിലെ വേദനകളും ആത്മസംഘർഷങ്ങളും ചിത്രങ്ങളിലൂടെ പകർത്താൻ ശ്രമിക്കുന്നു. മുറിവേറ്റ ഹൃദയവും ചില്ല മുറിച്ച മരങ്ങളുമെല്ലാം ഫിസയുടെ ഈ വേദനയുടെ പ്രതീകങ്ങളാണ്. അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ട് എന്തൊക്കെ പഠിക്കണം എന്നത് നമ്മൾ ആദ്യം നോക്കി. ആ ഒരു പാഠഭാഗം എന്താണ് പറഞ്ഞു വെക്കുന്നത്, അല്ലെ, എന്താണ് അതിന്റെ തീം, ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് മെയിൻ ആയിട്ട് നിങ്ങളോട് കഥാപാത്ര നിരൂപണമായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ കഥാപാത്ര നിരൂപണം ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് ഇതൊരു കഥയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ചിത്രകാരി എന്ന് പറയുന്നത് കഥയാണ്, എഴുത്തുകാരി ഷാഹിന EK ആണെന്നും മനസ്സിലാക്കി വെക്കണം. മാത്രമല്ല ഈ കഥ അനന്ത പത്മനാഭന്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നും പഠിച്ചു വെക്കണം. അനന്ത പത്മനാഭന്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ളതാണ് ചിത്രകാരി എന്ന കഥ. ഷാഹിന EK ആണ് എഴുത്തുകാരി. അപ്പോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ യൂണിറ്റ് ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നോക്കിയത്. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിന്റെ കഥാപാത്ര നിരൂപണം ചെയ്യാം, ഓരോ ക്യാരക്ടറിന്റെയും ചെയ്യാം. പരീക്ഷയ്ക്ക് മെയിൻ ആയിട്ട് അത് ചോദിക്കും ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന്. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിടുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ. മാത്രമല്ല നമ്മളുടെ 1-to-1 ബാച്ചിലെ കുട്ടികളായിരുന്ന ഈ വർഷത്തെ 10th CBSE വിന്നേഴ്സ് ആണ്. നല്ല രീതിയിലുള്ള മാർക്ക് തന്നെ എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്. പകുതി കുട്ടികളുടെ ഇമേജ് ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ സബ്ജക്റ്റിനും ഓരോരോ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അപ്പൊ അത് ക്ലാസ് റൂമിൽ ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ മാത്സ് ഒക്കെ നമുക്ക് എപ്പോഴും സംശയം ചോദിച്ചുകൊണ്ടിരിക്കാൻ കാരണം ഒരു ടീച്ചർ 40ഓളം കുട്ടികളെയൊക്കെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരാളുടെ സംശയം തന്നെ ഒരുപാട് വട്ടം പറഞ്ഞു തീർക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇതേപോലെ ഒരു ട്യൂട്ടറിന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ, നിങ്ങളുടെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഒന്ന് ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. 9496949929 എന്ന നമ്പറിലേക്ക് വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്